സ്വാഗതം. ഞാൻ ഫിജി തോമസ്. ഇത് വൈഡ് ലെൻസ് ഇന്ത്യ. ഇന്ത്യ ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ. ഈ രണ്ട് രാജ്യങ്ങളും ഇന്ന് ഒരു നിർണായക തീരുമാനത്തിന്റെ വക്കിലാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ. സർക്കാർ പറയുന്നത് ഇത് ഇന്ത്യക്ക് ചരിത്രപരമായ നേട്ടമാകും. പക്ഷെ ഓരോ വ്യാപാര കരാറിനും ഒരു മറുവശമുണ്ട്. കരാറിൽ ഇന്ത്യക്ക് എന്താണ് ലഭിക്കുന്നത്? എന്താണ് നഷ്ടപ്പെടാൻ സാധ്യത? അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ചർച്ചാമേശയിൽ ഇന്ത്യ ഒരു കാര്യം പോലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്? ഇതാണ് ഇന്ന് വൈഡ് ലെൻസ് പരിശോധിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇന്ത്യ എന്തുകൊണ്ട് ഇത്ര പ്രധാനമാണ്? അമേരിക്ക ഇന്ത്യയെ തേടുന്നത് സൗഹൃദം കൊണ്ട് മാത്രമല്ല, സാമ്പത്തിക ആവശ്യകത കൊണ്ടുകൂടിയാണ്. ഇന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ചൈന. ലോകത്തിന്റെ നിർമ്മാണ കേന്ദ്രമായ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിന് ഏറ്റവും വലിയ ബദൽ ഇന്ത്യ. 140 കോടിയിലധികം ജനങ്ങൾ, വലിയ വിപണി, കുറഞ്ഞ ഉൽപാദന ചെലവ്, വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ. അതിനാൽ ഇന്ത്യ അമേരിക്ക ഒരു ഉപഭോക്തൃ വിപണിയായി മാത്രമല്ല, ഒരു തന്ത്രപരമായ സാമ്പത്തിക പങ്കാളിയായും കാണുന്നു. ഇനി ഇന്ത്യക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ. ഈ കരാർ വിജയിച്ചാൽ ഇന്ത്യക്ക് വലിയ അവസരങ്ങളുണ്ട്. ഒന്നാമത്, കയറ്റുമതി വർദ്ധിക്കും. ടെക്സ്റ്റൈൽസ്, ഫാർമ, ഓട്ടോമൊബൈൽസ്, IT, എഞ്ചിനീയറിംഗ്, ജെംസ് ആൻഡ് ജ്വല്ലറി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ കൂടുതൽ വിപണി ലഭിക്കും. രണ്ടാമത്, ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാം. മൂന്നാമത്, അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താം. മേക്ക് ഇൻ ഇന്ത്യക്കും വലിയ കരുത്താകും. ഇവയാണ് സർക്കാരിന്റെ പ്രതീക്ഷ. പക്ഷെ ഇവിടെ വലിയ ചോദ്യങ്ങളും ഉണ്ട്. ഇന്ത്യക്ക് നഷ്ടമാകാൻ സാധ്യതയുള്ളത് എന്താണ്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കർഷകർ. അമേരിക്ക കാർഷിക മേഖലയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. അവിടുത്തെ കർഷകർക്ക് വലിയ സർക്കാർ സഹായവുമുണ്ട്. അത്തരം ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ തീരുവയിൽ ഇന്ത്യയിലെത്തിയാൽ ഇന്ത്യൻ കർഷകർക്ക് മത്സരിക്കാൻ കഴിയുമോ? പാൽ, ധാന്യങ്ങൾ, പഴങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം സമ്മർദ്ദത്തിലാകാം. ചെറുകിട വ്യവസായങ്ങൾ. രണ്ടാമത്, അമേരിക്കൻ കമ്പനികളുടെ സാമ്പത്തിക ശക്തി ഇന്ത്യൻ MSMEകളെക്കാൾ വളരെ വലുതാണ്. വിപണി പൂർണ്ണമായും തുറന്നാൽ ചെറിയ ഇന്ത്യൻ കമ്പനികൾക്ക് നിലനിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. 3, മരുന്ന് വ്യവസായം. ലോകത്തിലെ ഏറ്റവും വലിയ ജനറിക് മരുന്ന് നിർമ്മാതാവാണ് ഇന്ത്യ. അമേരിക്ക ബൗദ്ധിക സ്വത്തവകാശ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ഇന്ത്യൻ മരുന്ന് കമ്പനികൾക്ക് അത് തിരിച്ചടിയാകും. ഇത് ലോകമെമ്പാടുമുള്ള കുറഞ്ഞ വില മരുന്നുകളുടെ ലഭ്യതയെയും ബാധിച്ചേക്കാം. നാലാമത്, ഡിജിറ്റൽ ഇന്ത്യ. ഡേറ്റയാണ് പുതിയ എണ്ണ. ഗൂഗിൾ, ആമസോൺ, മെറ്റ, മൈക്രോസോഫ്റ്റ് വലിയ അമേരിക്കൻ ടെക് കമ്പനികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകേണ്ട സാഹചര്യമുണ്ടായാൽ ഇന്ത്യയുടെ ഡേറ്റ പരമാധികാരം എങ്ങനെ സംരക്ഷിക്കും? ഇത് ചെറിയ വിഷയമല്ല, ദേശീയ സുരക്ഷയുടെ വിഷയമാണ്. ഇനി അഞ്ചാമത് എന്താണ്? തീരുവ കുറയ്ക്കൽ. ഇന്ത്യ ഇറക്കുമതി തീരുവ കുറച്ചാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിലക്കുറവിൽ ഇന്ത്യൻ വിപണിയിലെത്തും. ഇത് ആഭ്യന്തര നിർമ്മാതാക്കൾക്ക് വലിയ വെല്ലുവിളിയാകും. അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അമേരിക്കയ്ക്ക് ഇന്ത്യയുമായി കരാർ വേണമെന്നത് ഇന്ത്യയെ സഹായിക്കാനല്ല, അമേരിക്കയുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കാനാണ്. അവരുടെ ലക്ഷ്യം വ്യക്തമാണ്. ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണി തുറക്കുക, ഡിജിറ്റൽ മേഖലയിൽ കൂടുതൽ സ്വാതന്ത്ര്യം നേടുക, പ്രതിരോധ സാങ്കേതിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, ഇന്ത്യയെ ഇൻഡോ പസഫിക് തന്ത്രത്തിലെ പ്രധാന പങ്കാളിയാക്കുക. ഇത് സ്വാഭാവികമാണ്. ഓരോ രാജ്യവും സ്വന്തം താല്പര്യമാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ചോദ്യം, ഇന്ത്യയും സ്വന്തം താല്പര്യം അതേ ശക്തിയിൽ സംരക്ഷിക്കുന്നുണ്ടോ? ഇന്ത്യ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്തതാണ് കർഷകർ. കാർഷിക മേഖലയെ സംരക്ഷിക്കണം. ജനറിക് മരുന്നുകൾ. ഇന്ത്യയുടെ ഫാർമ ശക്തി നഷ്ടപ്പെടുത്തരുത്. MSME, ചെറുകിട വ്യവസായങ്ങളെ സംരക്ഷിക്കണം. ഡേറ്റ സുരക്ഷ. ഇന്ത്യയുടെ ഡേറ്റയുടെ നിയന്ത്രണം ഇന്ത്യക്ക് തന്നെയായിരിക്കണം. ഇന്ത്യൻ കയറ്റുമതി. അമേരിക്കൻ വിപണിയിൽ ദീർഘകാല പ്രവേശനം ഉറപ്പാക്കണം. അമേരിക്കൻ നിക്ഷേപം. വെറും വിൽപ്പനയ്ക്കല്ല, ഇന്ത്യയിൽ ഫാക്ടറികളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്ന നിക്ഷേപം വേണം.
ഏകപക്ഷീയ തീരുവ ഇന്ന് കരാർ ഒപ്പിട്ട് നാളെ അമേരിക്ക പുതിയ തീരുവ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. അതിന് വ്യക്തമായ വ്യാപാര സംരക്ഷണ വ്യവസ്ഥകൾ കരാറിലുണ്ടാകണം. ഇന്ത്യയുടെ ചർച്ചാ ശക്തി ഇന്ന് ഇന്ത്യ 1991 ഇന്ത്യയല്ല. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ, വേഗത്തിൽ 3ാം സ്ഥാനത്തേക്ക് നീങ്ങുന്ന രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണികളിൽ ഒന്ന്. അമേരിക്കയ്ക്ക് ഇന്ത്യ ആവശ്യമുള്ളതുപോലെ ഇന്ത്യക്കും അമേരിക്ക ആവശ്യമാണ്. അതിനാൽ ഈ കരാർ സമതുലിതമായിരിക്കണം. ഒരാൾ ജയിക്കുകയും മറ്റൊരാൾ തോൽക്കുകയും ചെയ്യുന്ന കരാറാകരുത്. ഒരു വ്യാപാര കരാർ വിജയിക്കുന്നത് ഒപ്പുവെച്ച ദിവസം കൊണ്ടല്ല. 10 വർഷത്തിനു ശേഷം കർഷകർ വിജയിച്ചോ, വ്യവസായങ്ങൾ വളർന്നോ, തൊഴിലവസരങ്ങൾ വർദ്ധിച്ചോ, കയറ്റുമതി ഉയർന്നോ, ദേശീയ താല്പര്യം സംരക്ഷിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യങ്ങളിലാണ്. ഇതിന് ലഭിക്കുന്ന ഉത്തരമാണ് യഥാർത്ഥ വിജയം. അമേരിക്ക തന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് ചർച്ച ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യയും ഇന്ത്യയുടെ താല്പര്യത്തിന് വേണ്ടി ചർച്ച നടത്തണം. കാരണം ഒരു കരാർ ചരിത്രമാകണമെങ്കിൽ അത് 2 രാജ്യങ്ങൾക്കും ഗുണം ചെയ്യണം. ഒരു രാജ്യം മാത്രം ജയിക്കുന്ന കരാർ അത് പങ്കാളിത്തമല്ല, ആശ്രിതത്വമാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര വാണിജ്യ നയതന്ത്രങ്ങളെ കുറിച്ച് വ്യക്തമായി അറിയാൻ വൈഡ് ലെൻസ് ഇന്ത്യ.